ഈ ഒരു പേപ്പർ ബോട്ട് ഉണ്ടാക്കാൻ ഈ ഒരു ചാർട്ട് പേപ്പർ വേണ്ടുന്നു. ഇതേപോലത്തെ 50 ചാർട്ട് പേപ്പർ ഉപയോഗിച്ച് വലിയൊരു പേപ്പർ ബോട്ട് ഉണ്ടാക്കിയാലോ? യൂട്യൂബിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒറിഗാമി ബോട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ബോട്ട് ഉണ്ടാക്കാനും പേപ്പർ സ്ക്വയർ ഷേപ്പിലായിരിക്കണം. അതുകൊണ്ട് നമ്മൾ 50 ചാർട്ട് പേപ്പറിനെ ഓരോ ലെയർ ആയിട്ട് തിരിച്ചു. ഓരോ ലെയറും 6 ചാർട്ട് പേപ്പർ വെച്ച് ഒട്ടിച്ചതിന് ശേഷം അതേപോലെ 8 ലെയർ ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തു. നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മഴ പെയ്തു. അത് കാരണം വീട്ടിൻ്റെ അകത്ത് വെച്ചാണ് നമ്മൾ ബാക്കിയെല്ലാം ഒട്ടിച്ചത്. സോ ഡയഗണലി നമ്മളിത് മൂവ് ചെയ്ത് സ്ക്വയർ ആക്കാനാണ് പോകണം. നമ്മൾ വിചാരിച്ച പോലെ തന്നെ പേപ്പർ സ്ക്വയർ ആയിട്ട് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് ഫോൾഡിംഗ് ആണ്. വലിയ പേപ്പറിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടായതുകൊണ്ട് ആവശ്യക്കാർക്ക് വേണ്ടി നമ്മൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് ഏതെങ്കിലും കുളത്തെ ഇട്ടിട്ട് നമ്മളൊരു എക്സ്പെരിമെൻറ്റും കൂടെ ട്രൈ ചെയ്യണുണ്ട്. വീഡിയോ സ്കിപ്പ് അടിച്ചൊന്നും പോകല്ലേ. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഫോൾഡിംഗ് എല്ലാം കഴിഞ്ഞ് ബോട്ട് ഓപ്പൺ ആക്കിയപ്പോൾ കറക്റ്റ് വിചാരിച്ച പോലെ തന്നെ കിട്ടും. പക്ഷേ ബോട്ടിന് സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു. ബോട്ടിൻ്റെ ഷേപ്പ് സ്റ്റെബിലിറ്റി വരുത്താൻ വേണ്ടി നമ്മൾ പിന്നെ പോയി തെർമോകോളും പൈപ്പ് മേടിച്ചു. അതിനുശേഷം തെർമോകോൾ ബേസിൽ ഒട്ടിച്ചു. എന്നിട്ട് പൈപ്പ് ബേസിന്റെ അളവിലും ബോട്ടിന്റെ ഹൈറ്റിന്റെ അളവിലും മുറിച്ചു. എന്നിട്ട് എൽബോ വെച്ച് കണക്ട് ചെയ്തു. വീഡിയോയിൽ കാണുന്ന പോലെ 4 പൈപ്പിന്റെ മോഡൽ ഉണ്ടാക്കി. എന്നിട്ട് അത് ബോട്ടിന്റെ അകത്ത് കൊണ്ട് വെറുതെ വെച്ച് നോക്കി. പക്ഷെ ഒട്ടിച്ചില്ല. ഒട്ടിക്കാത്തതിന്റെ കാരണം നമ്മൾ ഉണ്ടാക്കിയ ബോട്ട് ഫ്ലോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വീട്ടിന്റെ അടുത്തുള്ള കുളത്തിൽ വണ്ടിയിൽ കൊണ്ടുപോകാൻ പാടായതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ ബോട്ടും കയറ്റി ബാക്കി ചെയ്യാനുള്ള സാധനവുമായി കുളത്തിലോട്ട് പോയി. സോ നമ്മളെ ബോട്ടിൻ്റെ കൺസ്ട്രക്ഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. ഒരു 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സൈസ് ഉണ്ട് ഈ ബോട്ടിന്. പക്ഷെ 3 പേരെ താങ്ങുമെന്ന് നമുക്കറിയത്തില്ല. പിന്നെ ഒരാൾ 2 ആൾ 3 ആൾ 3 പേരെ നമ്മൾ ഈ ബോട്ട് ട്രൈ അടിക്കും. ഇത്രയും വലിയ വെയിറ്റുള്ള ബോട്ട് മുങ്ങുമോ ഇല്ലയോ എന്ന ഡൗട്ടിലായിരുന്നു നമ്മൾ. 3 പേരും ഏകദേശം 4 ദിവസം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ബോട്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ട് കഷ്ടപ്പെട്ട് ചെയ്ത ബോട്ട് സക്സസ് ആകുമോ ഇല്ലയോ എന്ന പേടിയിലായിരുന്നു നമ്മൾ. ബോട്ട് ഫ്ലോട്ടായത് കണ്ടപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റൂല ഗൈസ്. നമ്മൾ കഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്താൽ എന്തായാലും സക്സസ് ഉണ്ടാവുമെന്ന് മനസ്സിലായ ഒരു നിമിഷമായിരുന്നു അത്. അടുത്ത നമ്മൾ പരീക്ഷിക്കാൻ പോകുന്ന ഈ ബോട്ട് ഒരാളെ താങ്ങുമോ ഇല്ലയോ എന്നതാണ്. അതിനുവേണ്ടി നമ്മളിൽ ഒരാൾ ഈ ബോട്ടിൽ കയറണം. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്തു. ഉമേഷിനൊരു ഗെയിമുണ്ട്, സാമൂത്രി എന്ന് പറയുന്നത്. അപ്പോൾ സാമൂത്രി ഇട്ടിട്ട് ആരാണ് പുറത്താവുന്ന അയാളാണ് അതിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ട് ഫ്ലോട്ടിംഗ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ വ്യക്തിയാണ്. സാമൂത്രി ഉമേഷാണ് ബോട്ടില് കയറി ഇരുന്ന് ബോട്ടിന്റെ ടെസ്റ്റ് ചെയ്യാൻ പോണ. ഉമേഷാണ് ഈ സാഹസം കാണിക്കാൻ പോകുന്ന. ഉമേഷേ എന്താണ് നിനക്ക് പറയാനുള്ള കാര്യം? കള്ളക്കളിയാണ് ഇവന്മാരെല്ലാം. ബോട്ടിന്റെ പുറത്ത് കയറി കിടക്കുകയാണ്. ഉമേഷ് എത്ര ദൂരം പോകുന്നു കണ്ടറിയായി. ഉമേഷ് കമോൺ, ഇവിടെ നിന്ന് അച്ഛൻ വരെ നീ പോയിട്ട് വാ. നമ്മുടെ ബോട്ട് ഏകദേശം നമ്മുടെ ബോട്ട് സക്സസ് ആയി. നമ്മള് ഒരു 60% നമ്മൾ സക്സസ് ആയിട്ട്, ഒരു 40% കൂടെ നമ്മൾ സക്സസ് ആയിരുന്നെങ്കിൽ ഈ ബോട്ടിൽ ഇപ്പൊ നമുക്ക് 3 പേർക്കും കയറി നിൽക്കായിരുന്നു. പേപ്പർ ബോട്ടിൽ വെറും ഒരു തെർമോകോളും പിന്നെ കുറച്ച് പൈപ്പ് ഉപയോഗിച്ച് മാത്രമാണ് ഉമേഷ് ഫ്ലോട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ
നമ്മൾ കുളം വൃത്തികേടാക്കിയിട്ടില്ല. പൊളിഞ്ഞ എല്ലാ പ്ലാസ്റ്റിക്കും തെർമോക്കോളും നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട്. സോ ഡോണ്ട് വറി, നേച്ചർ ഇസ് സേഫ്. സോ നമ്മുടെ മിഷൻ പേപ്പർ ബോട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ആൻഡ് നമ്മൾ സക്സസ് ആയ ഉമേഷ്. സോ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ്. ഗൈസ്, ഇത് നമുക്കിപ്പോ ബോട്ട് ആയില്ലേലും ഇതൊരു ലുങ്കി ആയിട്ട് വേണേലും ഉപയോഗിക്കാം.